പ്രൈസ് ലോർഡ്. കർത്താവിന്റെ പരിശ്രമമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്തു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവദശിതയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം എന്റെ 6-7 വാക്യങ്ങൾ. സിംഹാസനത്തിന്റെ മുമ്പിൽ പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ, സിംഹാസനത്തിന്റെ നടുവിലും സിംഹാസനത്തിന്റെ ചുറ്റിലും 4 ജീവികൾ. അവയ്ക്ക് മുമ്പുറവും പിമ്പുറവും കണ്ണു നിറഞ്ഞിരിക്കുന്നു. 1-ാം ജീവി സിംഹത്തിന് സദൃശ്യം, 2-ാം ജീവി കാളയ്ക്ക് സദൃശ്യം, 3-ാം ജീവി മനുഷ്യരെ പോലെ മുഖമുള്ളത്, 4-ാം ജീവി പറക്കുന്ന കഴുകിന് സദൃശ്യം. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പുതിയ നിയമത്തിലെ ഒരു പ്രവചന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത്. മേലാൽ സംഭവിക്കാൻ പോകുന്ന സകല കാര്യങ്ങളെയും നമുക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ട് ജീവിത വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുകയും യഥാർത്ഥത്തിൽ ദൈവം ആരെന്ന് വെളിപ്പെടുത്തി തരികയും ചെയ്യുന്ന ഒരനുഭവമാണ് വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത്. അപ്പം വളരെ മനസ്സിരുത്തി പ്രാർത്ഥനയോടെ ഈ വചനം വായിക്കുമ്പോഴാണ് നമ്മുടെ കർത്താവിന്റെ ശ്രേഷ്ഠതകളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ഹല്ലേലൂയ സ്തോത്രം, യഹോവയായ ദൈവം സ്തോത്രം. പഴയ നിയമത്തിന്റെ അവസാനം വരുമ്പോഴത്തേനും ഹല്ലേലൂയ യേശുക്രിസ്തുവിന്റെ കാലഘട്ടം. യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തതിനു ശേഷം പരിശുദ്ധാത്മാവിനെ സഭയ്ക്ക് അയച്ചപ്പോൾ അത് 3-ാമത്തെ കാലഘട്ടം. അപ്പൊ 3 കാലഘട്ടങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ്. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് തൃത്വത്തിൽ മൂവരെങ്കിലും ഏകത്വത്തിൽ ഒരുവൻ മാത്രം, ആളത്വത്തിൽ ഒരുവൻ മാത്രം. അപ്പൊ യേശുക്രിസ്തുവിന്റെ 3 സ്വഭാവ ഗുണങ്ങളെ 3 കാലഘട്ടത്തെ കുറിച്ചാണ് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. 3 പേരും 3 ദൈവങ്ങളല്ല, ഒറ്റ ദൈവം, ആളത്വത്തിൽ ഒറ്റ ദൈവം, തൃത്വത്തിൽ മൂവരെങ്കിൽ ഏകത്വത്തിൽ ഒറ്റ ദൈവം. അത് മനസ്സിലാക്കാൻ കഴിയാതെ പോയതാണ് ഇന്ന് ആത്മീയ സഭയുടെ പരാജയം വന്നത്. എന്നെ കേൾക്കുന്ന പ്രശ്നീയത, വേദപുസ്തകം വായിക്കുന്ന ഓരോ വ്യക്തിയും മനസ്സിലാക്കേണ്ടത് വേദപുസ്തകത്തിൽ പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന 3 കാലഘട്ടങ്ങളെ കാണിക്കുമ്പോൾ, യേശുവിന്റെ 3 ആളത്വങ്ങളെ കാണിക്കുമ്പോൾ അത് 3 ഒറ്റ ആളത്വമാണെന്ന് മനസ്സിലാക്കാൻ എപ്പോൾ കഴിയുന്നോ അപ്പോൾ മാത്രമേ യഥാർത്ഥ ദൈവസാന്നിധ്യം വിലയിരുത്താൻ കഴിയുള്ളൂ. പഴയ നിയമത്തിൽ പ്രവാചകനായ യെഹെസ്കേൽ ആത്മാവിലായപ്പോൾ ഹല്ലേലൂയ 4 ജീവികളെ കണ്ടു എന്ന് യെഹെസ്കേലിന്റെ പുസ്തകം 1-ാം അധ്യായം 4-5 വാക്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് തന്നെയാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ യോഹന്നാൻ ആത്മാവിലായി കഴിഞ്ഞപ്പോൾ 4 ജീവികളെ ദർശനത്തിൽ കാണുന്നത് നമ്മൾ വെളിപ്പാട് പുസ്തകം 4-6-7 വായിച്ചത്. ഈ 4 ജീവികളും ക്രിസ്തുവിന് അടയാളമാണ്. 4 ജീവികളും ക്രിസ്തുവിന് അടയാളമാണ്. അങ്ങനെ വേദപുസ്തകത്തിൽ 4 സുവിശേഷങ്ങൾ യേശുക്രിസ്തുവിനെ 4 ദിശകളിൽ നിന്നും ഉറ്റുനോക്കിക്കൊണ്ട് അവന്റെ സ്വഭാവ ഗുണങ്ങളെയും അവന്റെ സ്വഭാവങ്ങളെയും യോഗ്യതകളെയും ആത്മാവിനാൽ വെളിപ്പെടുത്തി നമുക്ക് എഴുതി തരുന്നതാണ് സത്യവേദ പുസ്തകം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വെളിപ്പാട് പുസ്തകം. ഹല്ലേലൂയ. ആ ഒരു അനുഭവത്തിൽ യേശുക്രിസ്തുവിന്റെ ആളത്വത്തെ, ദൈവത്വത്തെ മനസ്സിലാക്കാൻ കഴിയുന്നെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിനോട് ചേർന്നിരിക്കാൻ കഴിയുള്ളൂ. നല്ലൊരു ശതമാനം വേർപെട്ട കൂട്ടങ്ങൾക്കും അല്ലെങ്കിൽ വേർപാടും വിശുദ്ധി ആചരിക്കുന്ന ദൈവസഭകൾക്കും ക്രിസ്തു ആരിൽ നിന്നും വെളിവായിട്ടില്ല. അവർ ദൈവസന്നിധി വരുന്നു, ആരാധിക്കുന്നു, പോകുന്നു. യേശുക്രിസ്തുവിനെ പോലെ ആമേ ലളിയ, ആമേ സ്തോത്രം. യേശുക്രിസ്തു ആരാണ്, യേശുക്രിസ്തുവിനെ ആമേ ദൈവത്വം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തവരാണ് ഇന്ന് പലരും അതിൽ ഇടറി നിൽക്കുന്നത്. പ്രൈസലോ. ഇവിടെ വചനം പറയുന്നത് ഈ 4 ജീവികൾ എന്ന് പറയുമ്പോൾ 4 ജീവികൾ ദൂതന്മാരോ വീണ്ടെടുക്കപ്പെട്ടവരുടെ പ്രതിനിധികളോ അല്ല. പ്രൈസലോ. അവർ ദൈവസിംഹാസനത്തിന്റെ കാവൽക്കാരാണെന്ന് യെഹെസ്കേലിന്റെ പുസ്തകം 1-1 ആമേ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-1 എബ്രായ ലേഖനം 1-5 2-7 ഒക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ അകത്തും പുറത്തുമുള്ള കണ്ണുകൾ അവയുടെ ബുദ്ധിശക്തിയെയും ത്രികാല സ്വഭാവങ്ങളിലേക്കുള്ള അവയുടെ നിരീക്ഷണ പാടവത്തെയുമാണ് കാണിക്കുന്നത്. എന്റെ ചരിത്രഭാഗം കൂടെ പറഞ്ഞാണ് പോകുന്നത്.
പ്രൈസലോ. ഈ 4 ജീവികളെ മിക്കവാറും 24 മൂപ്പന്മാരോട് കൂടെയാണ് കാണുന്നത്. പ്രൈസലോ, കാണുന്നത്. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം ഹല്ലേലൂയ 4-ാം അധ്യായം അതിന്റെ 7-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. 1-ാം ജീവി സിംഹത്തിന് സദൃശ്യം, 2-ാം ജീവി കാളയ്ക്ക് സദൃശ്യം, 3-ാം ജീവി മനുഷ്യനെ പോലെ മുഖമുള്ളത്, 4-ാം ജീവി പറക്കുന്ന കഴുകിന് സദൃശ്യം. 4 ജീവികളും ഓരോന്നിന് 6 ചിറകുള്ളതായി ചുറ്റിലും അകത്ത് കണ്ണു നിറഞ്ഞിരിക്കുന്നു. അപ്പം ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായി ദൈവം പരിശുദ്ധൻ 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 എന്ന് അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അവർക്ക് ഇടപെടാതെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തെ സ്തുതിക്കുവാനും അല്ലെങ്കിൽ ആമി ദൈവത്തിന്റെ ആ സ്വഭാവ ഗുണങ്ങളെ മനസ്സിലാക്കി ദൈവത്തെ സ്തുതിക്കുവാനുള്ള ബുദ്ധിശക്തിയും കഴിവും ദൈവത്തിന് കൊടുത്തിട്ടുണ്ട്. ആ ഒരു അനുഭവമെങ്കിലും ദൈവസഭയ്ക്കുണ്ടായിരുന്നെങ്കിൽ, ദൈവമക്കൾക്കുണ്ടായിരുന്നെങ്കിൽ ദൈവമക്കൾ നിന്ന് പലതും തേടിപ്പോകത്തില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവത്തിനും പറയുന്നത് ഹല്ലേലൂയ, ഈ 4 ജീവികളെ മിക്കവാറും 24 മൂപ്പന്മാരുടെ കൂടിയാണ് കാണുന്നത്. ഈ 4 ജീവികളിൽ ഓരോന്നും യഥാക്രമം സിംഹത്തോടും കാളയോടും മനുഷ്യനോടും കഴുകനോടും സാദൃശ്യം വഹിക്കുന്നു. വന്യമൃഗങ്ങളിൽ വീര്യമേറിയത് ഹല്ലേലൂയ സിംഹമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ഗാർഹിക മൃഗങ്ങളിൽ വീര്യമേറിയത് കാളയാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷികളിൽ വീര്യമേറിയത് കഴുകനാണ്. ഹല്ലേലൂയ. എല്ലാറ്റിനേക്കാൾ വീര്യമേറിയത് മനുഷ്യനാണ്. അങ്ങനെ 4 ദിശകളിലാണ് ഈ 4 ജീവികളെ കുറിച്ച് പഠിപ്പിക്കുന്നത്. അപ്പൊ 4 ജീവികളും 4 ജീവികളുടെ സ്വഭാവ ഗുണങ്ങളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം സിംഹം ക്രിസ്തുവിന്റെ രാജ്യത്വത്തെ വിശദീകരിക്കുന്ന മത്തായി സുവിശേഷത്തെയും കാള യേശുവിന്റെ ദാസ്യത്വത്തെ പ്രകടമാക്കുന്ന മർക്കോസ് സുവിശേഷത്തോടും മനുഷ്യൻ യേശുവിന്റെ സമ്പൂർണ്ണ മനുഷ്യത്വത്തെ വിശദമാക്കുന്ന ലൂക്കോസ് സുവിശേഷത്തോടും കഴുകൻ യേശുവിന്റെ ദൈവത്വത്തെ പ്രകടമാക്കുന്ന യോഹന്നാന്റെ സുവിശേഷത്തോടും സാദൃശ്യം വഹിക്കുക. ഈ 4 ജീവികളെ കുറിച്ച് പറഞ്ഞെങ്കിലും അവയെക്കുറിച്ച് വ്യക്തമായിട്ട് വേദപുസ്തകം നമുക്ക് വെളിപ്പെടുത്തി തരികയും കൂടെ ചെയ്യുന്നുണ്ട്. വേദപുസ്തകം വ്യക്തമായിട്ട് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ദൈവിക സത്യങ്ങളെ പ്രാർത്ഥനയോടെ നാം വായിക്കുമ്പോഴാണ് ഹല്ലേലൂയ നമുക്ക് യഥാർത്ഥത്തിൽ ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ഇപ്പം എന്നോട് കഴിഞ്ഞ കാലങ്ങളിൽ ചില സഹോദരങ്ങൾ പറഞ്ഞതും അവർ ചോദിച്ചതുമായ ചില വിഷയങ്ങളുണ്ട്. അതിൽ അതിപ്രധാനമായ ഒരു വിഷയമാണ് ഒരു സഹോദരി എന്നോട് പറഞ്ഞത്. അവർ പറഞ്ഞത് എന്താണ്, ആരാധനയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊരു വഴിക്ക് പോകാനുണ്ട് പാസ്റ്ററേ, പെട്ടെന്ന് ഞങ്ങൾ പോവുകയാണ്. ഞാൻ എവിടെ പോവുക, എത്ര ധൃതി വെച്ച്. അത് ഇന്നിടത്തൊരാളുണ്ട്, ആളിലേക്ക് പോയാൽ അദ്ദേഹം എല്ലാ കാര്യങ്ങളും പറയും. നമ്മളെ കാണുമ്പോൾ തന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം പറയും. അപ്പൊ ഞാൻ ചോദിച്ചത് ആരാന്ന് ചോദിച്ചപ്പോൾ അവരെ കാര്യാദികളൊക്കെ നന്നായിട്ട് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഹല്ലേലൂയ, രക്ഷിക്കപ്പെട്ടവരാണ്, സ്നാനപ്പെട്ടവരാണ്, ദൈവസഭയിൽ കൂടി വരുന്നവരാണ്, കർത്തൃമേശ എടുക്കുന്നവരാണ്, ആമേലെ പ്രാർത്ഥനയുള്ളവരാണ്, അഭിഷേകമുള്ളവരാണ്. അവരെന്ത് ചെയ്യുന്നു? കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വഭാവ ഗുണങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയാതെ പോയതുകൊണ്ടും വെളിപ്പെടാതെ പോയതുകൊണ്ടുമാണ് സഭയിൽ വന്നിട്ടും സഭയ്ക്ക് പുറത്തുള്ളവരോട് ആലോചന ചോദിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ദൈവത്തെ അറിഞ്ഞ മാനസാന്തരപ്പെട്ട ഒരുവൻ ദൈവസഭയ്ക്ക് പുറത്തുള്ള ആലോചനയ്ക്ക് പോകത്തില്ല. മാനസാന്തരപ്പെട്ടവന്റെ മേൽ ദൈവം ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുമെന്ന്. അതുകൊണ്ടാണ് 32 സങ്കീർത്തനം വാക്യം, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടെന്ന വഴിയിൽ നടത്തും, ഞാൻ നിന്നെ മേൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുമെന്ന്. അപ്പം വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന് ആലോചന പറഞ്ഞു തരുന്നവരും അവയെ വഴി നടത്തുന്നവരും ഒക്കെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അതറിയാൻ മേലാത്തത് കൊണ്ടാണ് പലരും ഇങ്ങനെ പോകുന്നത്. അപ്പൊ ഞാനവരെ പറഞ്ഞ് തിരുത്തി, നിങ്ങൾ അത് ചെയ്യരുത്, തെറ്റാണ്. ഈ കണ്ട കാലഘട്ടം മുഴുവൻ നിങ്ങൾ ദൈവസഭയ്ക്ക് അകത്ത് നിന്ന് ദൈവത്തെ അറിഞ്ഞിട്ടും യേശുക്രിസ്തുവിന് വേണ്ട വിധത്തിൽ യേശുക്രിസ്തുവിന്റെ ദൈവതത്വം മനസ്സിലാക്കാൻ പറ്റാതെ പോയത് കൊണ്ടാണ് നിങ്ങൾ മറ്റു രീതിയിലേക്ക് പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇത് കൃപായുഗമാണ്, പരിശുദ്ധാത്മാവിന്റെ കാലഘട്ടമാണ്. സഭയുടെ പൂർണ്ണ അധികാരം, ദൈവമക്കളുടെ മേലുള്ള പൂർണ്ണ അധികാരം പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ആളത്വം യഥാർത്ഥ ദൈവം തന്നെയാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വേറൊരാളില്ല, യഥാർത്ഥമായി ദൈവം തന്നെയാണ്. ഹല്ലേലൂയ. സ്തോത്രം. അതൊക്കെ മനസ്സിലാക്കണ്ടേ. നമുക്കറിയാം, ക്രൈസ്തവ സഭകൾ ചെയ്യുന്ന ചില പരിപാടികളുണ്ട്. ക്രൈസ്തവ സഭയിൽ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ
വലിയ ആനപ്പെരുന്നാളുകൾ നടക്കുന്ന കാണാൻ കഴിയും. അല്ലേരിയ, ആനപ്പെരുന്നാൾ തൃശ്ശൂർ ജില്ലയിലൊക്കെ അല്ലേരിയ. അവിടെ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ പെരുന്നാളുകളാകുമ്പോഴത്തേനും കരക്കാർ എന്ത് ചെയ്യുന്നു, 10-65 ആനകളെ നേരത്തെ തന്നെ ക്രമീകരിച്ച് കാലങ്ങളായിട്ട് ചെയ്തു അവരുടെ ദേശീയോത്സവമായി ആനപ്പെരുന്നാളുകൾ നടത്തുന്നു. അപ്പൊ ആനപ്പെരുന്നാളുകൾ നടത്തുമ്പോൾ ആനയെ കൊണ്ട് ഭവനങ്ങൾ തോറും കയറി ഇറങ്ങി അല്ലേരിയ അവർ നടക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. വലിയ ആചാര അനുഷ്ഠാനങ്ങളോടും വെടിക്കെട്ടുകളോടുകൂടി നടക്കുന്നത് കാണാൻ കഴിയും. എന്താണ് അതൊക്കെ ചെയ്യാൻ കാരണം? അല്ലേരിയ, യഥാർത്ഥത്തിൽ ദൈവം ആരെന്നറിയാതെ പോയതുകൊണ്ട്, യഥാർത്ഥത്തിൽ ദൈവം ആരെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോയതുകൊണ്ടാണ് ആമേൻ ക്രൈസ്തവ സമൂഹം ആനപ്പെരുന്നാളുകൾ നടത്തുന്നത്. യഥാർത്ഥത്തിൽ യേശുവിനെ അറിയാമായിരുന്നെങ്കിൽ അവർ യേശുവിനെ മാത്രം അനുഗമിച്ചേനെ. അല്ലേരിയ. അതുകൊണ്ട് യേശുക്രിസ്തു തന്നെ പറഞ്ഞ, ഒരുത്തൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശെടുത്ത് തന്നെ അനുഗമിക്കട്ടെ എന്ന്. അത് യേശുക്രിസ്തുവിനെ ഒരുവൻ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ നാം നമ്മെ തന്നെ ത്യജിച്ച് മുൻകാല അനുഭവങ്ങളെ, മുൻകാല പാരമ്പര്യങ്ങളെ എല്ലാം വിട്ടിട്ട്, മുൻകാല സ്വഭാവങ്ങളെ എല്ലാം വിട്ടിട്ട് കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിപ്പാൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന യേശുവിനെ അനുഗമിക്കണം. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഒരിക്കലും സംശയങ്ങളില്ല. അല്ലേലിയ. അവർ മറ്റൊരു വഴിയിലൂടെ പോകത്തില്ല, രക്തം ചെയ്യും. അല്ലേലിയ. നമുക്കറിയാം, വലിയ സ്തോത്രം. ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ വളരെ പെരുന്നാളുകളുടെ കാലഘട്ടമാണ്. പെരുന്നാളുകളുടെ അല്ലേലിയ. അപ്പൊ കഴിഞ്ഞ ഒരു സഹോദരൻ പറയണ പെരുന്നാള് ഞങ്ങളുടെ മാതൃസഭയുടെ പെരുന്നാള് വരാറായിരുന്നു. സ്നാനപ്പെട്ട് ദൈവസഭയിൽ നിൽക്കുന്ന വ്യക്തി പറഞ്ഞ, ഞങ്ങളുടെ മാതൃസഭയുടെ പെരുന്നാള് വരാറായി, ബന്ധുക്കളെല്ലാം വരും, അപ്പോഴത്തേന് ഒരുപാട് ചെലവ്, അവരെല്ലാം സ്വീകരിക്കാം, ആ ഞായറാഴ്ച ഞങ്ങൾ കാണത്തില്ലെന്ന് പറഞ്ഞു. അല്ലേലിയ സ്തോത്രം. രക്ഷിക്കപ്പെട്ടവരാണ്, സ്നാനപ്പെട്ടവരാണ്, സഭയിൽ നിൽക്കുന്നവരാണ്. അപ്പം മാതൃസഭ പഴയ സഭ, പഴയ ആചാര അല്ലെങ്കിൽ ആ പഴയ പാരമ്പര്യ സഭയുടെ ആചാരങ്ങൾ വന്നു കഴിയുമ്പോൾ പറയുന്നത് സഭായോഗത്തിന് വരത്തില്ലെന്ന്. അല്ലേലിയ. എല്ലാവരും വരുമെന്ന്, എല്ലാവരും വരുമ്പോൾ അവരെ നന്നായിട്ട് സ്വീകരിക്കണം, പെരുന്നാളിന് പോകണം, കൂടണം എന്നൊക്കെ ആമേലിയെ പറഞ്ഞ് സഭയോട് പറയാം. അപ്പൊ ഇവിടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കാതെ പോയതുകൊണ്ടല്ലേ ഇവർ ആ പഴയ ആചാരങ്ങളിലേക്ക് പോകുന്നതും ആ മാതൃസഭ എന്ന് പറയുന്ന ആ അനുഭവം വിടാതെ നിൽക്കുന്നതും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ, ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ വീണ്ടെടുപ്പ് പ്രാപിച്ചു കഴിഞ്ഞാൽ, യേശുക്രിസ്തുവിന്റെ വീണ്ടും ജന്മം പ്രാപിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്ഥിരമായിട്ട് ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവത്തിന് വരുവാനുമുള്ള സഭയാണ് അവർ കൂടി വരുന്ന വേർപെട്ട കൂട്ടം. അതിനപ്പുറത്തൊരു മാതൃസഭയില്ല. അല്ലേലിയ സ്തോത്രം. ഞാനൊരിക്കലും ക്രൈസ്തവ സമൂഹത്തിന് വിശ്വാസത്തിലേക്ക് വന്ന ആളെ, ക്രൈസ്തവ സമൂഹത്തിന് വിശ്വാസത്തിലേക്ക് വന്ന് അല്ലേലിയ വിശ്വാസത്തിൽ നിൽക്കുന്ന സമയത്ത് സെമിനാരി പഠനമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട സഭയിൽ ചെന്ന കൂട്ടത്തിൽ എനിക്ക് സാക്ഷ്യം പറയാനായിട്ട് അവസരം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എന്റെ മാതൃസഭയിൽ വന്ന് എനിക്ക് സാക്ഷ്യം പറയാനായിട്ട് അവസരം തന്ന ദൈവത്തെ നന്ദി പറയുന്നുള്ളൂ. മാതൃസഭയിൽ നിന്ന് ഞാൻ രക്ഷിക്കപ്പെട്ട സഭയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. എനിക്ക് അത്രയും വിവരമൊക്കെ ഉള്ളായിരുന്നു, രക്ഷിക്കപ്പെട്ടതിലേ ഉള്ളൂ, സ്നാനപ്പെട്ടതിലേ ഉള്ളൂ. അപ്പൊ ഞാൻ ഓർത്തു, ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയിൽ വന്നപ്പോൾ എന്റെ മാതൃചർച്ച അതായിരിക്കുമെന്ന്. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, പല സാക്ഷികൾ പറയുന്നത് കേട്ടിട്ട് ഞാനും അത് കേട്ടിട്ട് പറഞ്ഞു. എനിക്ക് വേണ്ടത്ര വിവരമൊന്നുമില്ല, പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ. അപ്പൊ യോഗം കഴിഞ്ഞുകൊണ്ടേ അതിനകത്തെ ഒരു ഉന്നതനായ വ്യക്തി എഴുന്നേറ്റു. അദ്ദേഹം ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. നിന്റെ മാതൃസഭ ഇതാണെന്ന് ആര് പറഞ്ഞു? നിന്റെ മാതൃസഭ നിനക്കറിയാമോ? ഒരു മാതൃസഭയും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ഇനി ഒരുപാട് അസഭ്യം പറഞ്ഞു. അല്ലേലിയ. അവസാനം വലിയ വിഷയമായി. അവസാനം ആ സഭയിലെ ചെല്ലുകൂടി എന്നോട് പറഞ്ഞു, ക്ഷമ പറയണമെന്ന് പറഞ്ഞു, ഇനി അങ്ങനെ പറയാൻ പാടില്ല. അപ്പൊ എനിക്ക് ആശയക്കുഴപ്പമായി. അല്ലേ, പിന്നെ ഏതാണ് എന്റെ മാതൃസഭ? ഞാൻ മുമ്പ് കാലം നിന്ന ക്രൈസ്തവ സമൂഹമുണ്ട്, ക്രൈസ്തവ സഭയുണ്ട്, കത്തോലിക്ക സഭയുണ്ട്. അതിൽ ഞാൻ വിടുവിക്കപ്പെട്ട് വീണ്ടെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ കൂടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് എന്റെ മാതൃസഭ അതായിരിക്കും. പിന്നെ ഞാൻ ഒരുപാട് നിന്ദകളും അപമാനങ്ങളും പരിഹാസങ്ങളും കിട്ടി എന്റെ തല്ലം വരെ ഒരുങ്ങി. അല്ലേ, പിന്നീട് ഞാൻ അല്ലെങ്കിൽ പല കൺവെൻഷൻ ചെയ്തിട്ട് ഈ വ്യക്തി എന്നെ പലപ്പോഴും അപമാനിച്ചിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്. ഒരു മാതൃസഭക്കാരൻ വന്നിരിക്കുന്നു പറഞ്ഞു. ഞാൻ പലരോടും ചോദിച്ചു, പാസ്റ്ററെ, ഞാൻ എൻ്റെ മാതൃസഭ വിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പണ്ട് ഞാൻ കത്തോലിക്ക, എൻ്റെ മാതൃസഭയായിട്ടാണ് ഞാൻ കണ്ടത്. അത് വിട്ടിട്ടാണ് ഞാൻ മടങ്ങി വന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാപിതാവായി സ്വീകരിച്ച് ഞാൻ വീണ്ടും ജന്മം പ്രാപിച്ച വ്യക്തിയാണ്, മാനസാന്തരപ്പെട്ട വ്യക്തിയാണ്. ദൈവമക്കൾ കൂടി വരുന്നതല്ലേ നമ്മുടെ ഇപ്പോഴത്തെ മാതൃസഭ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചാൽ, അതെന്താ പാസ്റ്റർ അങ്ങനെ ചോദിക്കുന്നത്?
പിന്നല്ലാതെ ഏതാ സമയം? അപ്പൊ ഞാൻ വീണ്ടും ഒന്നുകൂടെ ആശ്വസിച്ചു, എന്തായാലും ഇങ്ങനെ ഒരാളെങ്കിലും പറയാനുണ്ടല്ലോ എന്നുള്ളത്. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന യഥാർത്ഥത്തിൽ മാതൃസഭ വീണ്ടെടുപ്പ് പ്രാപിച്ചവന്റെ അടിസ്ഥാനം ദൈവസഭയാണെന്ന് മനസ്സിലാക്കിയാൽ ആ സഭയ്ക്കകത്ത് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. അപ്പൊ ഞാൻ ആ വിഷയങ്ങളെ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ആ പ്രശ്നമുണ്ടാക്കി വന്ന ആ പാസ് ദൈവവചനത്തിലൂടെ വീണ്ടും ജന്മം പ്രാപിക്കാത്തവനെ, അതുകൊണ്ടാണ് പാസ്റ്റർ അങ്ങനെ പറയുന്നത്. അപ്പൊ ഞാനതിൽ നിന്ന് സന്തോഷിച്ചു കേട്ടോ. അല്ലേ, അദ്ദേഹത്തിന് അറിയത്തില്ലെന്നത്. കാരണം ഒരു മാതൃസഭ എന്ന് പറഞ്ഞതിന് വേണ്ടി ഒരുപാട് അപവാദങ്ങൾ കേട്ടവനാണ് ഞാൻ. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ സഭ എന്നൊരു സാക്ഷ്യത്തിനകത്ത് പറഞ്ഞതാണ്. പിന്നെ ഞാൻ അങ്ങനെ ഒരു പദം ഉപയോഗിക്കാറില്ല. പക്ഷെ എന്റെ ഉള്ളിലുണ്ട്, ഞാൻ വീണ്ടെടുപ്പ് പ്രാപിച്ചവനാണ്, ഞാൻ മാനസാന്തരപ്പെട്ടവനാണ് ഒക്കെ. അല്ലേ, അപ്പൊ എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന, നിങ്ങൾ വീണ്ടെടുപ്പ് പ്രാപിച്ചു കഴിയുമ്പോൾ, കർത്താവ് യേശുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ചു കഴിയുമ്പോൾ, നിങ്ങളെ പഴയ ആചാരങ്ങളെ വിടുകയാണ് നിങ്ങൾ. അല്ലേ, അതുകൊണ്ടാണ് 2-5-17 പറയുന്നത്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകും. ഒരുത്തൻ ക്രിസ്തുവിലായാലും പുതിയ സൃഷ്ടിയാണ്. പഴയത് കഴിഞ്ഞുപോയി, ഇതാണ് പുതിയതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെ ഈ കാരണഭൂതം ദൈവം. അപ്പൊ നമ്മൾ പഴയ സ്വഭാവങ്ങളും പഴയ രീതികളും പഴയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം വിട്ട് കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവും പിതാവും സ്വീകരിക്കും. പിന്നെ നമുക്ക് ദൈവം മാത്രമേ ഉള്ളൂ. അപ്പൊ യേശു ക്രിസ്തുവിന്റെ ആളത്വത്തെക്കുറിച്ചും സ്വഭാവ ഗുണങ്ങളെക്കുറിച്ചും 4 ജീവികളുള്ള സാദൃശ്യത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ, അത് യഥാർത്ഥമായി നാം വായിച്ചു പഠിക്കുകയാണെങ്കിൽ നാം പിന്നെ മറ്റൊന്നിലേക്ക് മനം തിരിഞ്ഞു പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് വിശ്വാസികൾക്ക് അനുഗ്രഹം പ്രാപിക്കാൻ കഴിയാതെ വരുന്നത്, വിടുതൽ പ്രാപിക്കാൻ കഴിയുന്നത്? യഥാർത്ഥ യേശു ആരാണെന്നും പലർക്കും അറിഞ്ഞിട്ടില്ല. അല്ലേ, പലപ്പോഴും പലരും പ്രാർത്ഥനയ്ക്ക് വിളിക്കാറുണ്ട്, മിക്കവാറും എല്ലാ ദിവസവും. അല്ലേ, അപ്പൊ അവരവരുടെ വിഷയങ്ങളെല്ലാം പറഞ്ഞിട്ട് അവർ ചോദിക്കും, പാസ്റ്റർ വല്ലതും കണ്ടോ? അല്ലേ, വല്ലതും കണ്ടോ? പാസ്റ്റർ വല്ലതും കണ്ടോ? വല്ലതും കേട്ടോ? പാസ്റ്റർക്ക് വല്ലതും വെളിപ്പെട്ടോ? അപ്പൊ ഞാൻ അവരോട് സത്യത്തിൽ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളതിന് വേദനിക്കരുത്, സങ്കടപ്പെടും. ഞാനൊന്നും കണ്ടില്ലെന്ന് പറയും. ഞാനൊന്നും കണ്ടുമില്ല, കേട്ടുമില്ല, അറിഞ്ഞുമില്ല. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു അത്ഭുതം ചെയ്യും. അപ്പൊ അവരെന്നോട് പറഞ്ഞു, എന്റെ പാസ്റ്റർ, ഞങ്ങൾ ഒരുപാട് സഭകളിൽ പോയി, ഒരുപാട് പാസ്റ്റർമാരിൽ പോയി, എങ്ങും ഞങ്ങൾക്ക് ശാശ്വതമായൊരു പരിഹാരം കിട്ടി, ഞങ്ങളുടെ വിഷയത്തിന് പരിഹാരം കിട്ടിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാസ്റ്റർ മെസ്സേജ് കേൾക്കുന്നത്, പാസ്റ്ററോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. ഞങ്ങൾക്ക് ഇനി എന്താണ് ഒരു പോംവഴി? അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളിങ്ങനെ കൂടുവിട്ട് നടക്കുക, ചേക്കേറി നടക്കുക, കൂടുവിട്ട് നടക്കുന്ന പോലെ, പറിച്ചിട്ട് നടക്കുന്ന പോലെ നിങ്ങളിങ്ങനെ അനവധി സഭകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അനവധി സഭകളിൽ കടന്നുപോയി അനവധി ദൂതുകൾ ആലോചന ഞാൻ കേട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നിങ്ങൾക്കൊരിക്കലും സ്ഥിരപ്പെടുവാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് സ്ഥിരതയില്ലാത്ത വിശ്വാസമാണ്. ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കത്തില്ല. വീണ്ടെടുപ്പിന്റെ അനുഭവം ഇല്ല, മാനസാന്തരമില്ല. യഥാർത്ഥത്തിൽ ക്രിസ്തു ആരാണെന്ന് നിങ്ങൾക്ക് വെളിപ്പെട്ടിരുന്നത് നിങ്ങൾ അങ്ങനെ ചോദിക്കുകയും പറയുകയില്ല. നിങ്ങൾ യേശുവിൽ വിശ്വസിച്ചേനെ. അല്ലേ, അപ്പൊ അങ്ങനെ പറയുമ്പോൾ ചിലർക്കൊക്കെ ഭയങ്കര സങ്കടവും നമ്മൾ പിണക്കമൊക്കെ തോന്നും. അതൊന്നും തോന്നിയാലും കുഴപ്പമില്ലെന്നേ. അല്ലേ, അപ്പൊ അവരിങ്ങനെ പലവിധമായി സഭകൾ കയറിയിറങ്ങി പലവിധമായി ദൂതുകൾ കേട്ട് ഇന്നും ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കാൻ കഴിയാതെ, ശാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും ബന്ധനത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കാൻ കഴിയാതെ പലരും വേർപെട്ട കൂട്ടങ്ങൾ ഇന്നും ആരാധിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രശ്നം അങ്ങനെയുള്ള ഞാൻ പറയട്ടെ, നീ വീണ്ടെടുക്കപ്പെട്ട് കഴിയുമ്പോൾ പിതാവി എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ ദൈവം നിന്റെ ഉള്ളിൽ തന്നിട്ടുണ്ട്. നീ വീണ്ടെടുപ്പ് പ്രാപിച്ചു കഴിയുമ്പോൾ നിന്റെ പേരുള്ള ശാപങ്ങളെ, പാപങ്ങളെ, രോഗങ്ങളെ എല്ലാം ദൈവം അകറ്റിയിട്ടുണ്ട്. ക്രിസ്തുവിൽ നിങ്ങളെ സ്വതന്ത്രരാക്കി മാറ്റി. അല്ലേ, സ്വാതന്ത്ര്യത്തിനായി നിങ്ങളെ സ്വതന്ത്രരാക്കി ആക്കിയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ എന്നാണ് ഗലാത്യലേഖനം 5:1. എന്നിട്ട് അടിമരോഗത്തിൽ പിന്നെയും നിങ്ങൾ കുടുങ്ങിപ്പോ. അപ്പൊ നിങ്ങൾ വീണ്ടും പഴയ അടിമരോഗത്തിലേക്ക് കുടുങ്ങിപ്പോകരുത്. അടിമരോഗത്തിലേക്ക് കുടുങ്ങിപ്പോയി നിങ്ങളൊരു സംശയരോഗിയായി മാറരുത്. അവൻ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടത്തിൽ പലരും സംശയരോഗികൾ. ഇന്നും പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും യേശുക്രിസ്തുവിന്റെ 3 ആളത്വത്തെയും യേശുക്രിസ്തുവിന്റെ സ്വഭാവ ഗുണങ്ങളെയും തിരിച്ചറിയാതെ, അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകം പോലെയുള്ള പുസ്തകത്തിനകത്ത് യേശുക്രിസ്തുവിന്റെ സ്വഭാവ ഗുണങ്ങളെ വർണ്ണിക്കുന്ന ദൈവവചനങ്ങളെ മനസ്സിലാക്കാതെ അവർ പലരും ഉലകം ചുറ്റി നടക്കുകയാണ് യേശുവിനെ കാണാൻ. എവിടെ യേശുവിനെ കാണാനാ? അല്ലേ, നമ്മൾ വീണ്ടെടുക്കപ്പെട്ട് കഴിയുമ്പോൾ യേശു നമ്മുടെ കൂടെയുണ്ട്. രക്ഷിക്കപ്പെട്ട ഒരുവനെ വലങ്കൈ പിടിച്ചിരിക്കുന്ന യേശുവാണ്. അവനെ സകല സത്യത്തിനും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവാണ്. അല്ലേ,
അപ്പൊ നമ്മെ സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവെന്ന് പറയുന്ന യേശു, ആ പരിശുദ്ധാത്മാവെന്നുള്ള ആളത്വം, ആ ദൈവത്വത്തെ നാം മനസ്സിലാക്കി ആ ദൈവത്തെ നമ്മൾ ഹൃദയം കൊണ്ട് പൂർണ്ണമായി സമ്മതിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് സ്വർഗീയ കലവറ, ആകാശത്തിന്റെ കിളിവാതിലുകൾ നമുക്ക് വേണ്ടി തുറക്കപ്പെടുന്നത്. ഹല്ലേലൂയ. അല്ലാത്തടത്തോളം കാലം നമുക്ക് അനുഗ്രഹമൊന്നും പ്രാപിക്കാൻ കഴിയത്തില്ല. അപ്പൊ ഇവിടെ യോഹന്നാൻ ഇവിടെ പറയുന്നത് യേശുക്രിസ്തുവിന്റെ സ്വഭാവ ഗുണങ്ങളെ കുറിച്ച് ഈ 4 ജീവികളുള്ള ബന്ധത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ ഹല്ലേലൂയ, രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാപിതാ, ഇന്നും നിങ്ങൾ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കരുത്, വഞ്ചിക്കപ്പെടരുത്. വചനത്തിലേക്ക് മടങ്ങി വാ. ഹല്ലേലൂയ. അപ്പൊ ഈ 4 ജീവികൾ ദൈവത്തിന്റെ മഹത്വവും ബഹുമാനവും സ്തോത്രവും അർപ്പിക്കുമ്പോൾ 24 മൂപ്പന്മാരും ദൈവത്തിന്റെ മുമ്പിൽ വീണ് അവനെ ആരാധിക്കുക. ഈ 4 ജീവികളും ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ ബഹുമാനങ്ങൾ അർപ്പിക്കുമ്പോൾ 24 മൂപ്പന്മാരും ദൈവത്തിന്റെ മുമ്പിൽ വീണ് അവനെ ആരാധിക്കുകയും തങ്ങളുടെ കിരീടങ്ങളെ അവന്റെ മുമ്പാകെ ഇടുകയും ചെയ്യുന്നു. ദൈവം മാത്രമാണ് സർവാധികാരി എന്നും, അല്ലെങ്കിൽ മറ്റൊരു അധികാരങ്ങളെക്കാൾ, മറ്റുള്ള എല്ലാ അധികാരങ്ങളെക്കാളും അല്ലെങ്കിൽ ശ്രേഷ്ഠനാണ് യേശുവെന്നും ഈ കെരൂബുകളും സാറാഫുകളും ദൂതന്മാരും ഒക്കെ ദൈവത്തെ ആരാധിക്കുമ്പോൾ 24 മൂപ്പന്മാരും മുമ്പിൽ മുട്ടുകൊത്തി കവണ് വീണ്ടെടുത്ത് കിരീടങ്ങളെ താഴെയിട്ട് ദൈവത്തെ സ്തുതിക്കുമ്പോൾ അവർ പറയാണ് യേശു മാത്രമാണ് ദൈവമെന്ന്. മറ്റുള്ള എല്ലാ അധികാരങ്ങളെക്കാളും അധികാരമുള്ള യേശുവാണ്. അവനാണ് സർവാധികാരി, അവനാണ് യഥാർത്ഥ ദൈവം. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് തൃത്വത്തിൽ മൂവരെങ്കിലും ഏകത്വത്തിൽ ഒരുവൻ, ആണത്വത്തിൽ ഒരുവനായിരിക്കുന്ന യേശുവിന്റെ സ്വഭാവ ഗുണങ്ങളെ വെളിപ്പാട് പുസ്തകം നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന മാതാവേ, ഇനി നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. യേശുവിനെ വിശ്വസിക്കുക. അപ്പോൾ നിന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. രക്തം ചെയ്യും. ഈ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കണം, എങ്കിൽ നിന്റെ സകല പ്രശ്നവും പരിഹാരമാകും. അപ്പൊ യേശു ക്രിസ്തുവിന് അവൻ ചെയ്യുവാനുള്ള സകല കാര്യങ്ങളുമാണ് ദൈവസഭയുടെ മേൽ പരിശുദ്ധാത്മാവ് ആ സാന്നിധ്യം ഏറ്റെടുത്തുകൊണ്ട് പരിശുദ്ധാത്മാവ് നൽകി തരുന്നത്. അപ്പം പരിശുദ്ധാത്മാവിൽ നിങ്ങൾ നിറയപ്പെട്ട വ്യക്തിയാണെങ്കിൽ നിങ്ങളുള്ള ദൈവ സാന്നിധ്യമുണ്ട്. ആത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തുന്നത് നിങ്ങൾ തിരിച്ചറിയണം. ഒരു യോഹന്നാൻ ആമീൻ വെളിപ്പാട് ഇതും പലപ്പോഴും ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ്. ഹല്ലേലൂയ. അപ്പൊ 7 സഭയ്ക്ക് ദൂത് എഴുതുമ്പോൾ 7 സഭയുടെ ദൂതുകൾ എഴുതി അവസാനം വരുമ്പോൾ യോഹന്നാൻ പറയുന്ന ഒരു കാര്യമാണ് ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആ പരിശുദ്ധാത്മാവ് പറയുന്നത്, ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അത് കേട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ കേൾവിക്കുറവാണ് അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ പലതിനു വേണ്ടിയിട്ട് ഓടി നടക്കുന്നത്. അല്ലെങ്കിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ പൂർണ്ണ വിശുദ്ധി ദൈവത്തെ ആരാധിക്കണം. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ പൂർണ്ണ വിശുദ്ധി. പൗലോസ് 2 കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ജഡത്തിലെ ആത്മാവിലെ സകല കൺവെർഷവും നീക്കി, ഹല്ലേലൂയ, സ്തോത്രം, ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളണമെന്നാണ്. അപ്പം ജഡത്തിലെ ആത്മാവിലെ സകല കൺവെർഷവും നീക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കണമെന്ന് പൗലോസ് പറയുക. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ജഡത്തിൽ എന്തുണ്ട്? കൺവെർഷനുണ്ട്. ജഡത്തിൽ കൺവെർഷനുണ്ട്. നമുക്കറിയാം, നമ്മുടെ സഹോദരിമാരും നമ്മുടെ കുട്ടികളും ഒക്കെ ചെയ്ത ചുണ്ടിൽ എന്തുണ്ടെന്ന് ചോദിച്ചാൽ ലിപ്സ്റ്റിക് ഉണ്ടെന്ന് പറയും. കണ്ണിന്റെ പോളയിൽ എന്തുണ്ടെന്ന് ചോദിച്ചാൽ അവിടെയും പക്ഷികൾ കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം കണ്ണിന്റെ പോളയിലും ചുണ്ടിലും ഒക്കെ ലിപ്സ്റ്റിക്ക് തേച്ച് വെച്ചുകൊണ്ട് ഹല്ലേലൂയ പലരും നടക്കും, നമ്മൾ കാണത്തില്ലേ. എന്ത് പറഞ്ഞില്ല, ജഡത്തിൽ എന്തുണ്ട്? ജഡത്തിൽ കൺവെർഷൻ ഉണ്ടേ. ഹല്ലേലൂയ. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത, ദൈവഹിതമല്ലാത്ത പലതും നിന്റെ ജഡത്തിലുണ്ട്. ഹല്ലേലൂയ. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ദൈവസ്വഭാവമുള്ളവർക്ക് ദൈവം ആരെന്നും അറിയത്തില്ല. ഹല്ലേലൂയ. ജഡത്തിന്റെ ചിന്ത മരണമാണെന്ന് റോമാലേഖനം 8:5 താഴോട്ട് വായിക്കും കാണുന്നുണ്ട്. അപ്പം ജഡസ്വഭാവമുള്ളവർക്ക് ഒരിക്കലും ദൈവത്തെ സ്തുതിക്കാൻ കഴിയില്ല. അപ്പം ജഡത്തിൽ എന്തുണ്ട്? കൺവെർഷനുണ്ട്. കണ്ണിന്മേൽ എന്തുണ്ട്? ചുണ്ടിന്മേൽ എന്തുണ്ട്? ലിപ്സ്റ്റിക് ഉണ്ടെന്ന് പറഞ്ഞതുപോലെ ജഡത്തിന്മേൽ എന്ത്? കൺവെർഷനുണ്ട്. അതിനെ നീക്കിക്കളയണം. ദൈവവചനത്തിനും വിശുദ്ധിക്കും വേർപാടിനും ആരാധനയ്ക്കും തടസ്സമായ നിന്റെ ജഡത്തിന്മേൽ പൂശിയിരിക്കുന്ന സകല കൺവെർഷനുകൾ നീ തേച്ചിളക്കിക്കളയണം. മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ച് കർത്താവ് യേശു ക്രിസ്തുവിന്റെ തന്നിൽ മുഴങ്കാലും മടക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവാകുന്ന ആളത്വം, പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തെ നിനക്ക് യഥാർത്ഥത്തിൽ വചനത്തിന്റെ ആത്മീയ മർമ്മങ്ങളെ വെളിപ്പെടുത്തി തരുള്ളൂ. രക്തം ചെയ്യും.
അല്ലാത്തടത്തോളം കാലം നിങ്ങളിങ്ങനെ ഉലകം ചുറ്റി നടക്കുന്നേ രക്തം ചെയ്യും. പ്രൈസലോ. അവിടെ എന്നെ കേൾക്കുന്ന സഹോദര സ്വരി മാനസാന്തരത്തിൽ മടങ്ങുക. കർത്താവ് നിന്നെ അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുക. ദൈവം നിന്നെ വിടുവിക്കാൻ ആഗ്രഹിക്കുക. നിന്റെ ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളുടെ നടുവിലും കർത്താവ് നിനക്ക് വേണ്ടി ചില വൻ കാര്യങ്ങളെ ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോൾ ഇനിയെങ്കിലും നിന്റെ ജഡത്തിലെ കൺവെൻഷൻ നീക്കി കളയണം. പ്രൈസലോ. ഭൂമിയിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണെങ്കിലും ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുന്ന ദൈവമക്കളാണെങ്കിലും ജഡത്തിലാണ് പലതും ജീവിക്കുന്നത്. പലരും ജഡത്തിലായതുകൊണ്ടാണല്ലോ ഞങ്ങളുടെ മാതൃ ചർച്ചിലേക്ക് ഞങ്ങൾ പോവുകയാണ്, അവിടെ പെരുന്നാളുണ്ട് എന്നൊക്കെ പറഞ്ഞു പോകുന്നത്. അല്ലേലിയ. ഞായറാഴ്ച സഭായോഗം മുടക്കിയിട്ട് പെരുന്നാളിന് പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ കീർത്താമസിന് പോകുന്നവരുണ്ട്, ടൂറ് പോകുന്നവരുണ്ട്, കുട്ടികളെ ട്യൂഷൻ വിടുന്നവരുണ്ട്, ഞായറാഴ്ച സഭായോഗം മുടക്കി വീട്ടിലിരിക്കുന്നവരുണ്ട്. അല്ലേലിയ. സഭായോഗം മുടക്കി കല്യാണത്തിന് പോകുന്നുണ്ട്, പെരവാസൂരിക്ക് പോകുന്നവരുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞായറാഴ്ച സഭായോഗം മുടക്കി പോകുന്ന പലരും ജഡത്തിലെ കൺവെൻഷനൊക്കെ. അങ്ങനെ നിങ്ങളുടെ ജഡത്തിലുള്ള സകല കൺവെൻഷവും നീക്കിക്കളഞ്ഞ് ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ച് ദൈവസനിൽ വന്നിരിക്കുമ്പോഴാണ് വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ ഈ 4 ജീവികൾ അവരുടെ സാദൃശ്യവും അതിലുള്ള ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ചും ദൈവ സ്വഭാവങ്ങളെക്കുറിച്ചും വെളിപ്പെടുത്തുമ്പോൾ അത് നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. അങ്ങനെ യേശു ദൈവമാണെന്ന് തിരിച്ചറിയാൻ കഴിയണം. ഇതിന്റെ ആത്മാവിൽ നമ്മൾ ഉണരണം. പ്രൈസലോ. നമ്മുടെ ആത്മീയ കണ്ണുകൾ തുറക്കണം. പഴയതിലേക്ക് നാം തിരിഞ്ഞു പോകരുത്. അല്ലേലിയ. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ പഴയതിലേക്ക് പോകരുത്. അല്ലേലിയ. ഞായറാഴ്ചയൊക്കെ രാവിലെ നമ്മൾ പ്രാർത്ഥനയോട് ഇരിക്കുമ്പോഴാണ് ഫോൺ വരുന്നത്. പാസ്റ്റർ, ഇന്ന് ഞങ്ങൾ വരുന്നില്ല. എന്താ കാരണം? ഇന്ന് ഞങ്ങൾക്ക് ഒരാളുടെ അടുത്ത് പോകാനുണ്ട്. ഞായറാഴ്ചയാണോ നീ മറ്റൊരിടത്ത് പോകാൻ ആഗ്രഹിക്കുന്നത്? അപ്പം വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ഞായറാഴ്ച എന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടി കൊടുക്കണം. ചില പറയും കടയിൽ ജോലിയുണ്ട് പാസ്റ്റേ, കടയിൽ നിന്ന് വിടത്തില്ല, കടയിൽ പോയേ പറ്റുള്ളൂ, കുടുംബം പോരട്ടെ. അത് ജഡത്തിലെ കൺവെൻഷനാ. നീ ഒരു കടയിൽ ജോലിക്ക് കയറുമ്പോൾ നീ പറയണം, കടക്കാരനോട് പറയണം, ഞായറാഴ്ച ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുന്ന ദിവസമാണ്, ഞായറാഴ്ച ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്ന ദിവസം, അതുകൊണ്ട് ഞായറാഴ്ച ഞങ്ങൾ വരത്തില്ല എന്ന് പറയണം. അല്ലേലിയ. അതിന് പലരും ഈ ഞായറാഴ്ച കൂടെ പോകും. കാരണം ജഡത്തിലെ കൺവെൻഷൻ, ജഡത്തിൽ ജീവിക്കുക. ഞാൻ ചോദിക്കട്ടെ, ക്രൈസ്തവ സമൂഹം അവർ എന്ത് ചെയ്താലും അതിരാവിലെ എഴുതിയിട്ട് എല്ലാ ദിവസവും എല്ലാ ദിവസവും പള്ളി പോകുന്നില്ലേ? അല്ലേലിയ. നിങ്ങൾക്ക് ഇസ്ലാമിക കൂട്ടത്തിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവർ വെള്ളിയാഴ്ച അല്ലെ അവർ നിസ്കാര സമയത്ത് പറഞ്ഞാൽ കട അടച്ചിട്ട് പോകും. ചില വെള്ളിയാഴ്ച കട പോലും തുറക്കത്തില്ല. അല്ലേലിയ. ഇവരെ ഹിന്ദു സമൂഹത്തെ നിങ്ങൾ നോക്കിയിട്ട് അവരുടെ വിശ്വാസ പ്രമാണം അനുസരിച്ച് അവർ നിശ്ചയമായിട്ട് അമ്പലത്തിൽ പോയി തൊഴുതാൻ ശ്രമിക്കും. അല്ലേലിയ. അവരതിന് സമയം കണ്ടെത്തും. എന്നാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, ആത്മാവിന് സത്യത്തിൽ ജീവിക്കുന്ന ദൈവമക്കൾ, വേർപെട്ട കൂട്ടം ദൈവമക്കൾ പറയുകയാണ്, മാസം ഞായറാഴ്ച കടയുണ്ട്, കടയിൽ പോകണമെന്ന്. അപ്പൊ നീ വീണ്ടെടുപ്പ് പ്രാപിച്ചിട്ടുമില്ല, നീ മാനസാന്തരപ്പെട്ടിട്ടുമില്ല. ഇന്ന് നീ ജഡത്തിലെ കൺവെൻഷത്തെ നീക്കിക്കളയാതെ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ക്രിസ്തുവിന്റെ വിശ്വാസിയാണ്, ക്രിസ്തുവിനെ വീണ്ടെടുപ്പ് പ്രാപിച്ചു എന്ന് പറഞ്ഞു നടക്കുന്ന കപട വിശ്വാസിയ നീ. അല്ലേലിയ. കാപട്യം കൊണ്ട് ജീവിക്കുന്ന അനവധി ആളുകൾ ദൈവസഭയ്ക്കകത്തുണ്ട്. മാസങ്ങൾ ആരാധനയ്ക്ക് വരാത്ത ആളുകൾ ദൈവസഭയ്ക്കകത്തുണ്ടെന്ന്. അല്ലെ, മാസങ്ങൾ. അല്ലേ, എന്റെ സഭയിൽ ഒരാളുണ്ടായിരുന്നു, ഒരു കുടുംബമുണ്ടായിരുന്നു, മാസങ്ങൾ ആരാധനയ്ക്ക് വരത്തില്ല. മാസങ്ങൾ ആരാധനയ്ക്ക് വരാതെ എന്തെങ്കിലും ഒരു ദിവസം വന്നിട്ട് വലിയൊരു പ്രബോധനമൊക്കെ നടത്തും. അല്ലേരിയ. എന്ത് പ്രബോധനം! ജഡത്തിലെ കൺവെൻഷൻ നീക്കിക്കളയാതെ എന്ത് പ്രബോധിപ്പിച്ചാലും ദൈവം കേൾക്കത്തില്ല. അല്ലേരിയ. സ്തോത്രം. ഇവിടെ നമുക്ക് ദൈവത്തിന്റെ വചനം പറയാം, മറ്റെല്ലാ അധികാരങ്ങളെക്കാളും സർവാധികാരിയായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ സ്വഭാവ ഗുണ സവിശേഷതകളെ കുറിച്ച് യോഹന്നാന്റെ ഈ വെളിപ്പാട് പുസ്തകത്തിനകത്ത് യോഹന്നാൻ രേഖപ്പെടുത്തുമ്പോൾ നമ്മളതിനെ സ്ഥിരം ആ പ്രാർത്ഥനയോടെ തിരിച്ചറിയാൻ കഴിയണം. നിന്റെ ആത്മദൃഷ്ടി ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കണം. അല്ലേരിയ. ദൈവമക്കൾ ശുദ്ധീകരണത്തിലേക്ക് വരണം. പ്രൈസറോ. എന്നെ കേൾക്കുന്ന മാതാപിതാവ് ഒരുപക്ഷെ നിങ്ങൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു വരത്തില്ല ഈ വചനം. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്നെ സംബന്ധിച്ചുള്ള ഈ പ്രശ്നം നീ മാനസാന്തരപ്പെടണം. നീ മാനസാന്തരപ്പെട്ടവളാണെന്നൊക്കെ പറഞ്ഞ് വിശുദ്ധ ബൈബിളും എടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് നീ ജഡത്തിന്റെ പ്രവൃത്തി ചെയ്യരുത്, ജഡത്തിൽ ജീവിക്കരുത്, ജഡത്തിനെ അശുദ്ധി നീക്കിക്കളയണം. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ചുണ്ടിൽ എന്തുണ്ട്? ലിപ്സ്റ്റിക്ക്. കണ്ണിന്റെ പോളയിൽ എന്തുണ്ട്? ലിപ്സ്റ്റിക്ക്. നിങ്ങളുടെ കണ്ണിന്റെ പുരിയത്തിൽ എന്തുണ്ട്? അപ്പൊ അങ്ങനെ ജഡത്തിൽ ഒരുപാട് സ്വഭാവങ്ങളുണ്ട്.
ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പോ എന്നുള്ളതാണ് ലേരിയ. നിങ്ങൾ ഗലാത്യലേഖനം വെച്ചിട്ട് 18 തൊട്ട് വായിച്ചാൽ കാണാൻ ആത്മാവിന്റെ ഫലമോ എന്ന് പറഞ്ഞിട്ട് ഗലാത്യലേഖനം 5:22 രേഖപ്പെടുന്നത് ആത്മാവിന്റെ പോലെ സ്നേഹം, സന്തോഷം, സമാധാനമെന്ന്. അങ്ങനെ ഗലാത്യലേഖനം 5:24 വരുമ്പോൾ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു ലേരിയ. അവിടെ കേൾക്കുന്ന പ്രശ്നീയത, ഈ 4 ജീവികൾ അവയ്ക്ക് മുമ്പുറവും പിമ്പുറവും കണ്ണ് നിറഞ്ഞിരുന്നു. 1-ാം ജീവി സിംഹത്തിന് സദൃശൻ, 2-ാം ജീവി കാളിന് സദൃശൻ, 3-ാം ജീവി മനുഷ്യരെ പോലെ മുഖമുള്ളത്. കർത്താവിന്റെ സ്വഭാവ ഗുണ സവിശേഷതകളെ കുറിച്ച് വേദപുസ്തകത്തിൽ വെളിപ്പെടുത്തുമ്പോൾ അവയെ നീ തിരിച്ചറിയണം. മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. ആരാധനയോടെ ശ്രേഷ്ഠമായത് ലോകത്തിലൊന്നുമില്ല. ആരാധനയോട് ശ്രേഷ്ഠമായത്, ദൈവത്തെ സ്തുതിക്കുന്നതോളം ശ്രേഷ്ഠമായ ഈ ഭൂമി വേറെ ഒന്നുമില്ല. ഞായറാഴ്ചയിൽ നീ 6 ദിവസം പണിയെടുത്ത പൈസ വാങ്ങി നീ നിന്റെ കുടുംബം കഴിഞ്ഞിട്ട് 7-ാം ദിവസം അന്ന് നീ ദൈവത്തിന് വേണ്ടി കൊടുക്കണം. കർത്താവ് 6 ദിവസം കൊണ്ട് സകലം സൃഷ്ടിച്ച് 7-ാം ദിവസം സ്വസ്ഥനായിരുന്ന പോലെ 7-ാം നാളിൽ നീ ദൈവസന്നിധി കടന്നു വരണം. അല്ലേല് 7-ാം നാളിൽ ദൈവസന്നിധി കടന്നു വന്ന് പ്രാർത്ഥനയോടെ ഇരിക്കണം. ആരാധന മുടക്കരുത്. സഭായോഗത്തെ ഉപേക്ഷയായി വിചാരിക്കരുത്. അല്ലേലിയ. യഥാർത്ഥ മാനസാന്തരപ്പെട്ടവൻ, യഥാർത്ഥ മാനസാന്തര ജീവിതം നയിക്കുന്നവൻ, അവന് ക്രിസ്തുവിനെ കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരിക്കും. യേശു ക്രിസ്തുവിനെ കുറിച്ച് നല്ല ബോധ്യം. യേശു ക്രിസ്തു ദൈവമാണെന്ന് തന്നെ വിശ്വസിക്കും. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ദൈവമാണെന്ന് തന്നെ വിശ്വസിക്കും. അല്ലേലിയ. മാനസാന്തരപ്പെടാത്തവനാണ് പലരുടെയും പിന്നാലെ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇടയ്ക്ക് ആവർത്തിച്ചത്, പല സഭകൾ കയറി ഇറങ്ങി. അല്ലേലിയ. 14, 15 സഭകൾ കയറി ഇറങ്ങിയിട്ട് ഇന്നും സ്ഥിരതയില്ലാതെ നിൽക്കുന്ന അനവധി ആളുകളുണ്ട്. 10, 14 സഭകളിൽ പോയി അനവധി ദൈവദാസന്മാർ തലയിൽ കഴിച്ച് പ്രാർത്ഥിച്ചു. അനവധി പ്രവാചകന്മാരെ വീട്ടിൽ വരുത്തി പ്രാർത്ഥിച്ചു. അനേക ദൈവദാസന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഇന്നും സ്ഥിരതയില്ല പലർക്കും. എന്തുകൊണ്ടാണ്? അടിസ്ഥാനം മറഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യുമെന്ന് നമ്മൾ സംഗീതത്തിൽ വായിക്കുന്നുണ്ട്. അടിസ്ഥാനം പറഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യും, അല്ലെ? നീതിമാൻ എന്ത് ചെയ്യും? അടിസ്ഥാനം പറഞ്ഞാൽ നീതിമാൻ എന്ത് ചെയ്യും? അത് നമ്മൾ പറയേണ്ടത് അടിസ്ഥാനം പറഞ്ഞ നീതിമാൻ എന്തും ചെയ്യുമെന്ന. അടിസ്ഥാനം പറഞ്ഞു നീതിമാനെ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ, രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് വിശ്വാസ ജീവിതത്തിൽ നിൽക്കുന്ന മനുഷ്യന്റെ ഉള്ളിൽ അവിശ്വാസം കടന്നു വന്നു കഴിയുമ്പോൾ, അടിസ്ഥാനം മറിഞ്ഞു പോകുമ്പോൾ, അടിസ്ഥാനം തെറ്റിപ്പോകുമ്പോൾ, പിന്നെ ആ മനുഷ്യൻ എന്തും ചെയ്യും. പിന്നെ നന്മ കിട്ടാനുള്ള വഴി ഏതാണെന്ന് ആലോചിച്ച് പിന്നെ അതിന്റെ പിന്നാലെ പോകും, രക്തം ചെയ്യും. അങ്ങനെയുള്ളവർക്കും ദൈവിക അനുഗ്രഹം പ്രാപിക്കാൻ കഴിയത്തില്ല. ദൈവിക അനുഗ്രഹം പ്രാപിക്കാൻ കഴിയുന്ന ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാപിതാമായി സ്വീകരിച്ചു കഴിയുമ്പോൾ ആ യേശു ക്രിസ്തുവിൽ മാത്രം ജീവിക്കണം. ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞത്, എനിക്ക് മരിക്കുന്നത് ലാഭവും ജീവിക്കുന്നത് ക്രിസ്തു എന്നാണ്. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്ന പൗലോസ് പറയുന്നത്. പൗലോസിന് ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട്. തന്റെ മുൻകാല പരിചയങ്ങളും മുൻകാല അനുഭവങ്ങളും തന്റെ കുടുംബ പാരമ്പര്യ മഹിമകളൊക്കെ പൗലോസ് വേദപുസ്തകത്തെ നമുക്ക് വെളിപ്പെടുത്തുന്നുണ്ട്. അതൊക്കെ പറഞ്ഞാൽ പൗലോസിന് ആ പഴയതിലേക്ക് മടങ്ങിപ്പോകാൻ ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു. ഹല്ലേലൂയ. പൗലോസ് പഴയകാല അനുഭവത്തിലേക്ക് മടങ്ങിപ്പോകാതെ പൗലോസ് പറയും, എനിക്ക് മരിക്കുന്നത് ലാഭവും ജീവിക്കുന്ന ക്രിസ്തുവാണ്. ഞാൻ ക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്. പിന്നെ പൗലോസ് ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം പൗലോസ് അനുഭവമുള്ളവനാണ്. പൗലോസ് ജീവിതത്തിൽ അനുഭവമുള്ള, യേശുവിന്റെ ശിഷ്യന്മാരൊക്കെ ജീവിതത്തിൽ അനുഭവമുള്ളവരായിരുന്നു. അനുഭവ സമ്പന്നരായിരിക്കുന്ന, അനുഭവം ശരിയായ രീതിയിൽ മനസ്സിലാക്കി യേശുവിനോട് കൂടെ നടന്നിരിക്കുന്ന, ഒന്നുകൂടെ പറഞ്ഞ് യേശുവിനെ മാറോട് ചേർന്ന യോഹന്നാൻ പത്മോസിന്റെ ഏകാന്തതയിൽ വെച്ച് താൻ കണ്ട വെളിപ്പാടുകൾ ദൈവവചനത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തുമ്പോൾ നാം അത് യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ അംഗീകരിക്കാൻ കഴിയണം. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നീ മാനസാന്തരപ്പെടും മടങ്ങിയിടണം. ആമേൻ. വിശ്വാസിയുടെ മറപിടിച്ചുകൊണ്ട്, വിശ്വാസത്തിന്റെ മറപിടിച്ചുകൊണ്ട്, ബൈബിളിന്റെ മറപിടിച്ചതുകൊണ്ട് അല്ലേലിയ നീ മറ്റ് ചാരപ്രവർത്തി ചെയ്യരുത്. അല്ലേലിയ. ചാരപ്രവർത്തി എന്നൊക്കെ പറയരുതേ. പറഞ്ഞാൽ എല്ലാ ദിവസവും പള്ളിയിൽ വരുന്നുണ്ട്, സാക്ഷ്യം പറയുന്നുണ്ട്, ദൈവനാമത്തിനും ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഇന്നും യേശുവിനെ വേണ്ടത്ര പോലെ വിശ്വാസമില്ല. അതുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെ പലതിനെ അന്വേഷിച്ച് നടക്കുന്നത്. ലേരിയ സ്വോത്രം. യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ടാൽ, യഥാർത്ഥ മാനസാന്തരം എൻ്റെ ഉള്ളിൽ വന്നാൽ നീ പിന്നെ യേശുവിനെ മാത്രമേ അനുഗ്രഹിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ സകലതും വിട്ട് നമ്മൾ യേശുവിനെ അനുഗമിക്കണം. സകലതും വിട്ട് അനുഗമിക്കണം. ഹല്ലേലൂയ. കഴിഞ്ഞകാല ജീവിതത്തിന്റെ പാഠവങ്ങളെ, കഴിഞ്ഞകാല ജീവിതത്തിന്റെ അനുഭവങ്ങളെ, കഴിഞ്ഞകാല ജീവിതത്തിന്റെ പിന്തുടർന്നു വന്ന, ജീവിതത്തിൽ അനുഗമിച്ചു വന്ന സകലത്തെയും വിടണം.
വിട്ടിട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ മാത്രം ദൈവമെന്ന് പറഞ്ഞ് ഹൃദയത്തിൽ സ്വീകരിച്ച് ദൈവസഭയ്ക്കകത്തിരിക്കുമ്പോൾ ദൈവം വെളിപ്പാടിലൂടെ നിന്നോട് സംസാരിക്കും, ദർശനത്തിലൂടെ സംസാരിക്കും, സ്വപ്നങ്ങളിലൂടെ സംസാരിക്കും, വചനത്തിലൂടെ സംസാരിക്കും, പ്രവാചകന്മാരുടെ സംസാരിക്കും, പാസ്റ്റർമാരുടെ സംസാരിക്കും. അല്ലെങ്കിൽ അങ്ങനെ ദൈവം നിന്നോട് സംസാരിക്കും. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നീ ദൈവശബ്ദം കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ദൈവശബ്ദം കേട്ടിട്ടുണ്ടോ? അതോ ഇന്ന് നിങ്ങൾ ജഡത്തിന്റെ പ്രവൃത്തിയിലാണോ ജീവിക്കുന്നത്? ഹല്ലേലൂയ. സഭയ്ക്കകത്ത് വന്നിരുന്ന സഭയെ കുറ്റം പറഞ്ഞ്, ദൈവദാസന്മാരെ കുറ്റം പറഞ്ഞ്, സഭവിശ്വാസികളെ കുറ്റം പറഞ്ഞും, സഭയ്ക്കെതിരെ കൈയെടുത്തും കാലെടുത്തും ചീത്ത വിളിച്ചും അസഭ്യം പറഞ്ഞും, സഭയുടെ സ്ഥാനമാനങ്ങൾക്കും അധികാരങ്ങൾക്കും വേണ്ടി മത്സരിച്ചും വോട്ട് പിടിച്ചും ഒക്കെ നിൽക്കുന്നത് ജഡത്തിന്റെ പ്രവൃത്തിയാണ്. അവിടെ ജഡത്തിൽ ജീവിക്കുന്നവരെ മാനസാന്തരപ്പെടാത്തവൻ അതൊക്കെ ചെയ്യുന്നത്. ഹല്ലേലൂയ. മാനസാന്തരപ്പെടാത്തവൻ ഇതെല്ലാം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ജഡത്തിന്റെ പ്രവർത്തികളെ പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സർവാധികാരത്തെയും ദൈവത്വത്തെയും അവന്റെ സ്വഭാവ ഗുണങ്ങളെ യഥാർത്ഥമായി മനസ്സിലാക്കി കർത്താവിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കുന്നെങ്കിൽ മാത്രമേ കർത്താവിന്റെ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ മധ്യാകാശത്തിൽ വരുമ്പോൾ മരിച്ച വിശുദ്ധന്മാരെ ഉയർത്തിന് ശേഷം ജീവനോടെ ഇരിക്കുന്നവർക്ക് രൂപാന്തരം പ്രാപിക്കുന്ന കൂട്ടത്തിൽ നീ ഉണ്ടായിരിക്കണമെങ്കിൽ മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല എന്ന് ഞാനീ പറഞ്ഞേ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പം ദൈവവചനത്തിനകത്ത് മാനസാന്തരം. ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ടവന് ദൈവം കൊടുത്തതാണ് വിശ്വാസ സ്നാനം. ഹല്ലേലൂയ. പണ്ടൊരാൾ പറഞ്ഞു, സ്നാനം എന്നൊക്കെ പറയുന്നത് അത് സഭയുടെ അടിസ്ഥാനമാണ്. സഭയ്ക്കകത്തൊന്നും ആരും പോകാതിരിക്കാൻ വേണ്ടി സഭ പറഞ്ഞിരിക്കുന്നതാ ആമേലെ സ്നാനം. ഞാൻ അദ്ദേഹത്തോട് സ്നാനം എന്ന് പറയുന്നത് സഭയിൽ നിന്ന് ആരും പോകാതെ ഇരിക്കുവാൻ സഭയിലേക്ക് ആളുകൂട്ടുന്നതല്ല. സ്നാനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൽപ്പനയാന്ന് പറഞ്ഞു. ദൈവകൽപ്പനയാ. അദ്ദേഹം പറയും അങ്ങനൊന്നുമല്ല. അപ്പൊ അദ്ദേഹം കാലങ്ങളായിട്ട് അല്ലെങ്കിൽ ദൈവസഭയ്ക്കകത്ത് നിൽക്കുന്നവൻ, രക്ഷിക്കപ്പെട്ട് ദൈവസഭയിൽ നിൽക്കുന്നവനാ. പാരമ്പര്യമായിട്ട് ഒരു ദൈവസഭയുടെ ആളാണെന്നാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹം പറയുന്നത് സ്നാനം എന്നൊക്കെ പറയുന്നത് സഭയുടെ ചട്ടക്കൂടാണ്. അപ്പൊ ഇന്നും അവർക്ക് യേശുവിനെ അറിഞ്ഞിട്ടില്ല, ദൈവത്തിനും അറിഞ്ഞിട്ടില്ല. ദൈവത്തിന്റെ പ്രമാണം എന്താണെന്ന് നമുക്കറിയില്ല. അങ്ങനെയുള്ളവര് അല്ലെങ്കിൽ ഇങ്ങേക്കരയിൽ നിൽക്കും, അങ്ങേക്കരയിൽ നിൽക്കും, ഇങ്ങോട്ടും ചാടും അങ്ങോട്ടും ചാടും. അല്ലെങ്കിൽ അവസാനം വെള്ളത്തിൽ വീഴുകയും ചെയ്യും. 2 തോണി കാലി വെക്കരുത്. 2 തോണി കാലി വെച്ചാൽ വെള്ളം ഇളകുന്ന അനുസരിച്ച് തോണി ആടും. തോണി ആടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും? കാല് തെറ്റി വെള്ളത്തിൽ വീഴും. പിന്നെ മരണം സംഭവിക്കാം. ഹല്ലേലൂയ. ദൈവത്തെ മാമൂനെ കൂടെ സേവിക്കരുത്. ഹല്ലേലൂയ. അപ്പൊ യേശു ദൈവം, യേശു ക്രിസ്തു ദൈവം. ഹല്ലേലൂയ. ഏക സത്യ ദൈവം. അപ്പൊ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും യേശു ക്രിസ്തുവിന്റെ ആ ദൈവത്വത്തെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണാൻ കഴിയും. യോഹന്നാന്റെ ലേഖനങ്ങൾ വായിച്ചു വന്നാലും കാണാൻ കഴിയും. യോഹന്നാന് ദൈവം കൊടുത്ത വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ സർവാധിപത്യത്തെ കുറിച്ച് നമുക്ക് വെളിപ്പെടുത്തി തരിക. ഹല്ലേലൂയ. അപ്പൊ എന്നെ കേൾക്കുന്ന പ്രശ്നം നിങ്ങൾ ദൈവസേനയ്ക്ക് മടങ്ങി വരണം. നിങ്ങൾക്കൊരു നിത്യത ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊരു പർദീസ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആ നിത്യമായ സ്വർഗരാജ്യത്തിലെ പർദീസിൽ എത്തണമെങ്കിൽ ഇനിയെങ്കിലും മാനസാന്തരം സമയം ഇനി അധികമില്ല. കാഹളം ധരിക്കുന്ന സമയമായി. ഈ 1-ാം ജീവി സിംഹത്തിന്റെ സദൃശ്യം, 2-ാം ജീവി കാളയ്ക്ക് സദൃശ്യം, 3-ാം ജീവി മനുഷ്യനെ പോലെ മുഖമുള്ളത്, 4-ാം ജീവി പറക്കുന്ന കഴുകിന് സദൃശ്യം. ഈ 4 സാദൃശ്യത്തിലൂടെ ദൈവത്തിന്റെ സർവാധികത്വത്തെ, ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുമ്പോൾ നാം ദൈവത്തെ തിരിച്ചറിയണം. മത്തായിയുടെ സുവിശേഷത്തിൽ യേശു ക്രിസ്തുവിനെ സിംഹത്തിന് സദൃശ്യമായി കാണുന്നു. അവൻ രാജാവാകുന്നു എന്നുള്ളത് വെളിപ്പെടുത്തുക. മർക്കോസിന്റെ സുവിശേഷത്തിൽ അവന്റെ മുഖം കാളയ്ക്ക് സദൃശ്യമായിരിക്കുന്നു. സ്തോത്രം കാണുന്നു. ഹല്ലേലൂയ. കാളയ്ക്ക് അല്ലെങ്കിൽ സദൃശ്യമായി കാണുന്നു. പാടുകൾപ്പെട്ട അടിമയെപ്പോലെ അവൻ അധ്വാനിച്ചത് വെളിപ്പെടുത്തുക. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അവന് മുഖം മനുഷ്യനെ പോലെ മുഖമുള്ളത് കാണുന്നു. സ്നേഹം, മനസ്സിലെ ദയ, കരുണ മുതലായ ഗുണങ്ങളെ കുറിച്ചാണ് കാണിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ അവനെ കഴുകിന് സദൃശ്യമായി കാണുന്നു. അത്യുന്നതങ്ങളിലുള്ള പ്രാർത്ഥന ജീവിതത്തെ ആണ് കാണുന്നത്. അത്യുന്നതങ്ങളിലുള്ള പ്രാർത്ഥന ജീവിതത്തെ കാണുന്നതെന്ന് ഞാൻ വ്യാഖ്യാന പുസ്തകത്തിൽ വായിച്ചു. അപ്പൊ യേശു ക്രിസ്തുവിന്റെ 4 സ്വഭാവ ഗുണങ്ങളെ കുറിച്ച് 4 സുവിശേഷത്തിലും വെളിപ്പെടുത്തി തരുമ്പോൾ യഥാർത്ഥത്തിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് മാത്രമേ അത് തിരിച്ചറിയാൻ കഴിയുള്ളൂ. യഥാർത്ഥ വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവമക്കൾക്ക് മാത്രമേ വെളിപ്പാട് പുസ്തകം വായിച്ചാലും മനസ്സിലാകത്തുള്ളൂ. ഹല്ലേലൂയ.
അതുകൊണ്ട് നിങ്ങൾ ഇത് പകൽക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. അപ്പൊ ക്രിസ്തുവിന്റെ കാൽച്ചുവടുകളെ അനുഗമിക്കുന്ന നിങ്ങൾ അവന്റെ വിശേഷപ്പെട്ട 4 ഗുണാതിശയങ്ങളെയും സ്വഭാവങ്ങളെയും സ്വന്തമാക്കിക്കൊള്ളണം. നിങ്ങളുടെ മുഖം ക്രിസ്തുവിന്റെ മുഖം പോലെ ശോഭിക്കുന്നുണ്ടോ, ക്രിസ്തുവിനെ പോലെ നിങ്ങൾ പ്രതിഫലിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ ക്രിസ്തുവിന്റെ 4 സ്വഭാവ ഗുണങ്ങളെയും അവന്റെ സർവാധിപത്യത്തിന്റെയും നിങ്ങൾ അനുസരിച്ച് നടക്കണം. ക്രിസ്തുവിന്റെ മുഖം പ്രകാശിക്കുന്നത് പോലെ നിങ്ങളുടെ മുഖം പ്രകാശിക്കുന്നുണ്ടോ എന്ന് നിങ്ങളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കണം. അല്ലേ? ഒരു ചാൺ ശരീരത്തിന് മുഖം പ്രധാനമാണ്. ഒരു ചാൺ ശരീരത്തിന് മുഖം പ്രധാനമാണ്. എന്തുകൊണ്ടെന്നാൽ മുഖത്തിലാണ് വായ, കണ്ണ്, ചെവി, മൂക്കും എല്ലാം ഉള്ളത്. അകത്തെ അഴകെന്ന് പറഞ്ഞ അകത്തെ തേജസ് മുഖത്തിലാണ് വെളിപ്പെടുന്നതെന്ന്. അല്ലേ? സ്തോത്രം. അപ്പൊ നമ്മൾ വേദനം വായിക്കേണ്ട അല്ലേ? മുഖമാണ് ഹൃദയത്തിന്റെ കണ്ണാടി. മുഖമാണ് ഹൃദയത്തിന്റെ കണ്ണാടി. പ്രൈസലോ. ഒരിക്കൽ യഹോവയായ ദൈവം പറയും, കായിന്റെ മുഖം മാറിയപ്പോൾ സ്തോത്രം അവനത് അറിഞ്ഞില്ല. അല്ലേ? അപ്പൊ കായിന്റെ മുഖം മാറി. അല്ലേ? നമ്മൾ സ്തോത്രം ഉൽപ്പത്തി പുസ്തകം 4:5-6 കാണാൻ കഴിയും. ലാബാന്റെ മുഖം മാറിയപ്പോൾ യാക്കോബ് കണ്ടുപിടിച്ചുവെന്ന് ഉൽപ്പത്തി പുസ്തകം 31-2 വാക്യം കാണുന്നുണ്ട്. നിങ്ങളുടെ മുഖം എങ്ങനെ ഇരിക്കുന്നു? മറ്റുള്ളവർ നിങ്ങളുടെ മുഖം നോക്കുമ്പോൾ ക്രിസ്തുവിന്റെ സാദൃശ്യം നിങ്ങളിൽ കാണുന്നുണ്ടോ? അതോ കായിന്റെ മുഖം മാറിയതുപോലെ മാറിയോ? ലാബാന്റെ മുഖം മാറിയതുപോലെ മാറിയോ? നിങ്ങളുടെ മുഖത്ത് നോക്കുമ്പോഴറിയാം നിങ്ങളുടെ ഉള്ളിലെ ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിത, നിങ്ങളുടെ മുഖം നോക്കണം. ക്രിസ്തുവിന്റെ സാദൃശ്യം നിങ്ങൾ കാണുന്നുണ്ടോ? ആത്മാവിന്റെ ഫലങ്ങൾ കാണുന്നുണ്ടോ? അതുകൊണ്ടാണ് ഉത്തമഗീതത്തിൽ 2:14 വായിക്കുന്നത്, എന്റെ പ്രാവി ഞാൻ നിന്റെ മുഖം ഒന്ന് കാണട്ടെ എന്ന് പറയുന്നത്. അല്ലേ? അപ്പം പ്രിയൻ പറയാണ്, എന്റെ പ്രാവി, സഭയെ നോക്കി പറയാ, പ്രാവിനോട് സഭയ്ക്ക് ഉള്ളത് എന്റെ പ്രാവി ഞാൻ നിന്റെ മുഖം ഒന്ന് കാണട്ടെ. അല്ലെങ്കിൽ കർത്താവ് നമ്മുടെ മുഖം കാണുമ്പോൾ ദൈവതേജസ്സാൽ നിറയപ്പെട്ടതായിരിക്കണം. അപ്പൊ യേശു ക്രിസ്തുവിന്റെ മുഖത്തിൽ 2 സാദൃശ്യങ്ങളെ കാണാം. ഒന്നാമതായി അവൻ ദൈവപുത്രനായിരിക്കുന്നു, അതേസമയം മനുഷ്യപുത്രനായിരിക്കുന്നു. ദൈവം ആത്മാവാകുന്നു. എന്നാൽ മനുഷ്യപുത്രനാകുന്നതിന് വേണ്ടി അവന്റെ ദൈവികത്വത്തിന്റെ പരിപൂർണതയെ വെടിഞ്ഞ് മനുഷ്യപുത്രനായി ഭൂമിയിലേക്ക് വന്നു എന്ന് നമ്മൾ ഫിലിപ്പിലേഖനം 2:5 വായിക്കും കാണാൻ കഴിയുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രശ്നം ക്രിസ്തുയേശുവിൽ ഭാവം നിങ്ങൾക്ക് തന്നെ ഉണ്ടാകട്ടെ. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അപ്പം വായിച്ച വചനം സിംഹാസനത്തിന് മുമ്പിൽ സിംഹാസനത്തിന് മുമ്പിൽ പളുങ്കിലൊത്ത കണ്ണാടികൾ, സിംഹാസനത്തിന് നടുവിലും സിംഹാസന ചുറ്റിലും 4 ജീവികൾ, അവയ്ക്ക് മുമ്പും പിമ്പുറവും കണ്ണ് നിറഞ്ഞിരിക്കുന്നു. 1-ാം ജീവി സിംഹത്തിന് സദൃശ്യം, 2-ാം ജീവി കാളയ്ക്ക് സദൃശ്യം, 3-ാം ജീവി മനുഷ്യരെ പോലെ മുഖമുള്ള, 4-ാം ജീവി പറക്കുന്ന കഴിയുന്ന സദൃശ്യം. അത് ദൈവത്തിന്റെ സർവാധിപത്യത്തെ, സർവാധികാരത്തെ കാണിക്കുമ്പോൾ ഇന്ന് പകൽ നീ അതിലേക്ക് മടങ്ങി വരണം. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കും. വചനം കേട്ടുകൊണ്ട് ഞങ്ങളുടെ കേരളത്തിൽ, ഭാരതത്തിൽ, ലോക രാജ്യങ്ങൾ 800 കൂടുതൽ ജനത്തിനായി വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണകർത്താക്കൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങളെ ഭരിക്കുക, രാജാക്കന്മാർ, രാജ്യങ്ങൾ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങൾ, ദ്വീപുകൾ, ആദിവാസി ട്രൈബൽ മേഖലയിലായിരിക്കുന്ന സകല ജനത്തെയും, അധികാരികളെ, കരസേന, വ്യോമസേന, നാവികാധികാരികൾ, ക്രമസമാധാന നിയമനിർമ്മാണങ്ങൾ, രഹസ്യാന്വേഷണങ്ങൾ, പോലീസിന്റെ വിവിധ സെക്ഷനുകൾ, ജുഡീഷ്യൽ വിഭാഗങ്ങൾ, സകലമേൽ പൊതുമ ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ, സാമ്പത്തിക, ബാങ്കിംഗ് മേഖലയായിരിക്കുന്ന കർത്താവ്, എല്ലാ കേന്ദ്രസ്ഥാന ജീവനക്കാർ, എല്ലാ രാജ്യരാഷ്ട്ര തലവന്മാരെയും ഞങ്ങൾക്ക് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ മത, സാമൂഹിക, സംസ്കാര, ജലപ്രമാതയായി മീഡിയ നിൽക്കുന്ന എല്ലാ ഫണോദൃശ്യ പാർട്ടികളെയും, കരയിലും കടയിലും ആകാശമാർക്കും വാഹനോട് വാഹനം നിർമ്മിത സെയിൽസ് ചെയ്യുന്നവർക്കായി, കമ്മിക്കൻട്രോൾ യൂണിറ്റ് രംഗത്ത് കടലോര മത്സരത്തിന് കടന്നു പോയിരിക്കുക, വഴിയോര കച്ചവടക്കാരെ, ചെറുപരിവരിലെ വ്യാപാരി, വ്യവസായികളെ, ക്ഷീരമേഖലയും കാർഷിക മേഖലയിലായിരിക്കുന്നവർക്കായി കർത്താവ് സ്തോത്രം. അല്ലെങ്കിൽ ഞങ്ങളുടെ ശൈശവത്തിലും ബാല്യത്തിൽ, കൗമാരി, യൗവനത്തിലും, വാർത്തയിൽ ഇവിടുത്തെ അച്ഛനെ യാച ഓർമ്മ ചോളിട്ട് തടവിലായിരിക്കുന്ന സാധനം, മദ്യത്തിന് മയക്കും മനസ്സിൽ ലഹരിക്കടിപ്പെട്ട് കിടക്കുന്ന എല്ലാ ജനീയമായ ജീവിതത്തിൽ കണക്കിറക്കുകയും കർത്താവ് തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും ദൈവസഭയെ നശിപ്പിക്കുന്ന എല്ലാ വ്യക്തികളെയും ദൈവം സന്ദർശിക്കണമേ. യഥാർത്ഥത്തിൽ ക്രിസ്തുവാനെന്ന് ദൈവമാണെന്ന് മനസ്സിലാക്കി ദൈവത്തിന്റെ സർവാധിപത്യത്തിൽ എന്റെ മഹത്വത്തിലേക്ക് മടങ്ങി വരുവാൻ യേശുവിന്റെ കരങ്ങളിൽ വിദേശ രാജ്യങ്ങൾ കഷ്ടം സഹിക്കും, നൊമ്പരപ്പെടുന്നു, വേദനയിൽ വിശ്വാസം നഷ്ടപ്പെടുന്ന, നാട്ടിൽ ഭാരപ്പെടുന്നു, ഞാൻ ശാപി കിട്ടാൻ ഭാരപ്പെടുന്നവർ, അല്ലെങ്കിൽ വിദേശത്തിൽ മദ്യപാൻ അടിമകൾ, ക്രിമിനൽ സുഖപ്പെട്ട് പീഡനം അനുഭവിക്കുന്നവർ, വിവിധ കർഷകർ കടന്നു പോകുന്ന അനേക ആളുകളുണ്ട്. പാസ്പോർട്ടിന് വേണ്ടി അപേക്ഷിച്ചിട്ട് താമസം നേരിടുന്ന അനേകവധി ആളുകൾ കർത്താവ് ഇവർക്കല്ലേ ദിവസങ്ങൾ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ വേല സ്നേഹിച്ച് കടന്നുപോയിരിക്കുന്ന ദൈവത്തിന്റെ ദാസദാസന്മാർ, കുഞ്ഞുങ്ങൾ, തലമുറകൾക്കായി പ്രാർത്ഥിക്കണമേ. യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ ദൈവത്വത്തെ, സർവാധിപത്യത്തെ മനസ്സിലാക്കി കർത്താവിന്റെ വരവിനുവേണ്ടി ഒരു കൂട്ടം ജനത്തെ ഒരുക്കണമേ. സകല മുഖത്ത് ഒരുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.